നമുക്ക് ആവേശം ഒരു തവണ കൂടി പോയി കണ്ടാലോ? ഞാൻ ശരിക്കും ആവേശം എന്ന് പറയുന്ന സിനിമ കണ്ടത് വളാഞ്ചേരി പോപ്പുലർ പാരഡൈസ് എന്നാണ് കേട്ടോ. അപ്പോൾ അത് 7.1 തിയേറ്റർ ആയത് കാരണം നമുക്ക് സൗണ്ടൊന്നും അങ്ങനെ അറ്റ്മോസിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ആവേശം ഇനിയിപ്പോൾ ഏതായാലും 2 ആഴ്ചയൊക്കെ തിയേറ്ററിനകത്ത് കാണുള്ളൂ. അപ്പോൾ എന്തായാലും അത് ഒരു തവണ കൂടി പോയി കാണണം അറ്റ്മോസ് തിയേറ്ററിൽ നിന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു അറ്റ്മോസ് തിയേറ്ററിൽ പോയിട്ട് ആവേശം കാണാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ എന്താണ് ടിക്കറ്റൊക്കെ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്, പോയി നോക്കാം വാ. അപ്പോൾ ഇന്ന് നമ്മൾ ആവേശം 2ാം തവണ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. കോട്ടയ്ക്കൽ ലൂമിയർ തിയേറ്ററിലാണ് ലൂമിയർ തിയേറ്റർ. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ മേ ബി ഇതൊരു 1 വീക്ക് കൂടെ ചിലപ്പോൾ ഈ ഒരു സിനിമ ചിലപ്പോൾ തിയേറ്റേഴ്സിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഒരു തവണ കൂടി കാണാനൊരാഗ്രഹം. അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഡോൾബി അറ്റ്മോസ്ഫിയർ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. കോട്ടയ്ക്കൽ ലൂമിയർ വാ പോവാ. ഇപ്പോൾ ഇതാണ് ലൂമിയർ തിയേറ്റർ, നമ്മുടെ കോട്ടയ്ക്കൽക്കാരുടെ ലൂമിയർ തിയേറ്റർ എന്ന് പറയുന്നത് ഇതാണ്. ഡോൾബി അറ്റ്മോസ് ആണ് വരുന്നത്. നല്ല ഭംഗിയായിട്ടാണ് തിയേറ്റർ കാണാൻ. നമ്മൾ ഒരുപാട് തവണ തിയേറ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ തവണ സിനിമ കാണാൻ വരുമ്പോഴും നിങ്ങളുടെ മുന്നിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളൊരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഓടുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇവർ 2ാം സ്ക്രീനാണ് കേട്ടോ. സംഗീതിൽ കളിക്കുന്നത് നടിഗറിനും അത്യാവശ്യം ആളുകളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആവേശം എന്ന് പറയുന്ന സിനിമ ലൂമിയറിലാണ് കളിക്കുന്നത്. അപ്പോൾ എന്തായാലും ലൂമിയറിൽ ഇതേ അത്യാവശ്യം നല്ല ആളുകളുണ്ട് കേട്ടോ. പുറത്താണ് നിൽക്കുന്നത്. എന്താണ് അവസ്ഥ എന്ന് പോയി നോക്കാം നമുക്ക്. ശരിക്കും അത് ഡോറ് തുറന്നിട്ടില്ല കേട്ടോ. ഒരു 10-15 മിനിറ്റ് മുന്നേ ഡോറ് തുറന്നു വരുള്ളൂ. ഡോറിൻ്റെ എൻട്രി തന്നെ ഒരു ടിക്കറ്റ് മുറിച്ച് കൊടുക്കും. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ തിയേറ്ററിനകത്തേക്ക് പോകാം. ഇത് വെണ്ടയ്ക്ക അക്ഷരത്തിൽ തന്നെ അവിടെ ഡോൾബി അറ്റ്മോസ് ഒന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഇൻറ്റീരിയർ ആട്ടോ ഈ ഒരു തിയേറ്ററിൻ്റെത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ തിയേറ്ററിലേക്ക് പോകാം. നല്ല ചൂടാണ്, ഫാനൊക്കെ അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട്. ഇനി നമുക്ക് നേരെ തിയേറ്ററിൽ പോകട്ടോ. അപ്പോൾ ആളുകളൊക്കെ കയറ്റൽ തുടങ്ങി. ഇനി നമ്മൾ നേരെ തിയേറ്ററിലേക്ക് പോവുകയാണേ. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് ഇപ്പോൾ നല്ല ഫാമിലി കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അതേ നല്ല ഫാമിലീസൊക്കെ ഉണ്ട് സിനിമ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെ നിയറസ്റ്റ് ആയിട്ടുള്ള ഡോൾബി അറ്റ്മോസ് തിയേറ്ററുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ നിന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ തിയേറ്ററിനകത്തേക്ക് പോകുന്നതിന് മുന്നായിട്ട് കുറച്ച് വെള്ളം കുടിക്കണം. ആദ്യം കുറച്ച് വെള്ളം കുടിച്ചിട്ട് നമുക്ക് നേരെ തിയേറ്ററിനകത്തേക്ക് പോവാം. അപ്പോൾ ഇനി 5 മിനിറ്റോടെ കഴിഞ്ഞാൽ നമ്മുടെ സിനിമ തുടങ്ങും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ തിയേറ്ററിലേക്ക് പോകണം. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആട്ടോ. 2ാം തവണയാണ് സിനിമ കാണുന്നത് പറഞ്ഞ കാര്യം. ഒരു തവണ കൂടി കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. എന്തായാലും നമുക്ക് സിനിമ കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഹായ്, അപ്പോൾ സിനിമ കണ്ടു, പുറത്തിറങ്ങി. അപ്പോൾ ഈ ഒരു സിനിമ ഉണ്ടല്ലോ 2ാം തവണയാണ് തിയേറ്ററിൽ പോയിട്ട് കാണുന്നത്. എങ്കിലും കൂടിയിട്ട് നമുക്ക് ആ ഒരു എന്താ പറയുക, നമുക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റോട് കൂടി തന്നെയാണ് നമ്മൾ 2ാം തവണ ഈ ഒരു സിനിമ തിയേറ്ററിൽ വാച്ച് ചെയ്തിട്ട് എൻജോയ് ചെയ്തിട്ട് തന്നെ നമ്മൾ കണ്ടു. അപ്പോൾ ഈ ഒരു സിനിമ 2ാം തവണയൊക്കെ നമ്മൾ ഇത്രയും ഇൻട്രസ്റ്റോട് കൂടിയിട്ട് പോയി കാണുന്ന ഒരു സിനിമ ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമ നന്നായിട്ട് എൻജോയ് ചെയ്തു. റിവ്യൂ ഒക്കെ നമ്മളൊരു തവണ പറഞ്ഞതാണ്. പിന്നെ അതിനെ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും കിടിലൻ പെർഫോമൻസ് ആണ്. ഇപ്പോൾ 130 കോടിയായി ഈ ഒരു സിനിമ കളക്ട് ചെയ്തിട്ടോ. അപ്പോൾ ആടുജീവിതം ഇപ്പോൾ ഏകദേശം 150 കോടി കടന്നല്ലോ. അപ്പോൾ ഏകദേശം ആടുജീവിതത്തിൻ്റെ അടുത്ത് എത്തോ ഇല്ലേ നമുക്ക് കണ്ടറിയേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഫഹദ് ഫാസിലിൻ്റെ ഒരു വേറിട്ട പെർഫോമൻസ് ആണ് ഗൈസ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഈ തിയേറ്ററിൽ പോയിട്ട് കാണാം. ഇനി ഡോൾബി അറ്റ്മോസ് എന്ന് കണ്ടപ്പോൾ ഉള്ളൊരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ബീറ്റും കാര്യങ്ങളുള്ളൊരു സിനിമയാണത്. ശരിക്കും എൻജോയ് ചെയ്തു. ഫഹദ് ഫാസിലിൻ്റെ എൻട്രിയിലും അതുപോലെ തന്നെ ഓരോ കോമഡിക്കും എമ്മാരി കയ്യടിയ തിയേറ്ററിൽ കിട്ടുന്നറിയോ. ശരിക്കും ഫഹദിൻ്റെ ഒരു വേറിട്ട പെർഫോമൻസാണ്. ഒരു എന്താ പറയുക, ഫഹദിൻ്റെ കരിയർ തന്നെ എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ളൊരു പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു സിനിമയാണ് നമ്മുടെ ഈ ഒരു ആവേശം എന്ന് പറയുന്ന സിനിമ. 2ാം തവണ നമ്മൾ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുന്ന സമയത്തുണ്ടല്ലോ കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതായത് ഇവരെ ഗ്യാങ്ങിനകത്തുണ്ടായിരുന്ന ആ ഒരു കുറച്ച് വയസ്സായിട്ടുള്ള ഒരു അപ്പൂപ്പനെ കണ്ടല്ലോ, അദ്ദേഹം എമ്മാര് സ്റ്റണ്ട് കൈകാര്യം ചെയ്യുന്ന അറിയോ. അതൊന്നും നമ്മൾ ഫസ്റ്റ് റിവ്യൂവിൽ പറഞ്ഞിട്ടില്ല കേട്ടോ, വിട്ടുപോയതാണ്. പിന്നെ അതുപോലെ തന്നെ 2 ഹിന്ദിക്കാർ, ഒന്നും പറയാനില്ല. പിന്നെ ജിത്തു മാധവൻ എന്ന് പറയുന്ന ഡയറക്ടർ രോമാഞ്ചത്തിന് ശേഷം ഈ ആവേശം ചെയ്തു. ഇനിയിപ്പോൾ അങ്ങോട്ട് ജിത്തു മാധവൻ്റെ സിനിമയ്ക്കൊക്കെ ആളുകൾ വെയിറ്റിംഗ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സിനിമ ഹിറ്റ് ആയതോടുകൂടി ഇനിയിപ്പോൾ ആവേശം 2 ഒക്കെ വരികയാണെങ്കിൽ തന്നെ
അടിപൊളിയായിട്ടുള്ള പ്രേക്ഷക സ്വീകാര്യതയായിരിക്കും കിട്ടുക. പിന്നെ പുഷ്പ 2 ഒക്കെ വരികയാണെന്നെങ്കിൽ തന്നെ ഏകദേശം ഫഹദിൻ്റെ ഒരു സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. ഈ ഒരു സിനിമ ഇറങ്ങിയതോടുകൂടി സ്റ്റണ്ടും അത്യാവശ്യം കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും നമുക്ക് അടുത്തൊരു തിയേറ്റർ വീഡിയോ സിനിമ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ഗൈസ്. ടാറ്റാ ബൈ ബൈ.